പ്രണയതാണ്ഡവം ഭാഗം 39. രചന സംഭാഷണം രുദ്രപ്രിയ. വീട്ടിലേക്ക് വന്ന പാടെ ബാല കട്ടിലിൽ കയറി കിടന്നു. ഉണ്ണിക്കുട്ടൻ ലൈറ്റ് ഓഫാക്കി അവളുടെ അടുത്തേക്ക് കിടക്കാൻ നേരം, ബാലേച്ചിക്ക് പനിയല്ലേ മോനെ, നിനക്കും കൂടി പകർന്നാലോ? ബാല അവനെ അനുനയത്തിൽ പറഞ്ഞു മാറ്റാൻ ശ്രമിച്ചു. അതൊന്നും സാരമില്ല, ഞാൻ ചേച്ചിയുടെ അടുത്തേ കിടക്കൂ. അവൻ കട്ടായം പറഞ്ഞപ്പോൾ ബാല എതിര് നിന്നില്ല. രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ആ വാതിൽപ്പടിയിൽ നിൽക്കാനേ സുമയ്ക്ക് കഴിഞ്ഞുള്ളൂ. അമ്മ എന്തിനാ ഇവിടെ വന്നിങ്ങനെ ഒളിച്ചു നിൽക്കുന്നത് പോലെ നോക്കുന്നത്? അകത്തേക്ക് കയറി ചെന്ന് കാര്യം അന്വേഷിച്ചുകൂടെ? അമ്മയുടെ മോളല്ലേ, അല്ലാതെ വേറെ ആരുമല്ലല്ലോ, പിടിച്ചു തിന്നുവോ? ലക്ഷ്മി ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. എന്നാമ്മ ഇതെന്തൊക്കെയാ കാണിക്കുന്നത്? ഭ്രാന്തായോ? ദേഷ്യത്തിൽ ചാടിക്കൊണ്ട് ലക്ഷ്മി ചോദിച്ചു. അതേടി, എനിക്ക് ഭ്രാന്താണ്. നീ ഒരുത്തി ഉണ്ടാക്കി വെച്ച ഭ്രാന്താണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. നീയാണ് എൻ്റെ ഭ്രാന്തിൻ്റെ ഉറവിടം. പൊയ്ക്കോ കൺമുന്നിൽ നിന്ന്, പറഞ്ഞുകൊണ്ട് സുമ മുറിയിലേക്ക് കയറി. ലക്ഷ്മി അവിടെ നിന്ന് എഴുന്നേറ്റ് അര കൈവരിയിലിരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ടും ആദിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മൊബൈലെടുത്ത് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. രാവിലെ വരില്ലേ ബാല? അത് റീഡ് ചെയ്തോ ഇല്ലയോ എന്ന് നോക്കാതെ നെറ്റ് ഓഫാക്കി മാറ്റി വെച്ചു കിടന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്ത ക്ഷീണം തോന്നി ബാലയ്ക്ക്. എങ്കിലും പനി മാറിയിട്ടുണ്ട്. വല്ലാത്ത അവശതയുണ്ടായിരുന്നു അവൾക്ക്. എങ്കിലും മെയിൽ കഴുകി തുണിയും മാറ്റി ഇറങ്ങാൻ നേരം ഉണ്ണിക്കുട്ടന് ഭക്ഷണം വാങ്ങാൻ പൈസയും കൊടുത്തിട്ട് അവൾ പൊന്നുമംഗലത്തേക്ക് പോയി. ആരോടും ഒന്നും മിണ്ടാതെ അവിടുന്ന് ഇറങ്ങി അവൾ പൊന്നുമംഗലത്തേക്ക് നടന്നു. നേരത്തെ എഴുന്നേറ്റ് ബാൽക്കണിയിൽ വന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ആദി. പ്രിയപ്പെട്ട ആരെയോ കാത്തെന്ന പോലെ. ഗേറ്റ് കടന്നകത്തേക്ക് വരുന്നവളെ കണ്ടപ്പോൾ അവളെ തന്നെ നോക്കി നിന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ വാടിപ്പോയി ഈ പെണ്ണ്. നടത്തത്തിലും നോട്ടത്തിലുമൊക്കെ ആ ക്ഷീണമുണ്ട്. ആഗ്രഹിച്ച കളിപ്പാട്ടം കയ്യിൽ കിട്ടിയ കുട്ടിയെപ്പോലെ അവൻ വേഗം താഴേക്കിറങ്ങി വന്നു. ഹാളിലെത്തുമ്പോഴേക്കും ബാലയും അകത്തേക്ക് കയറിയിരുന്നു. എങ്ങനെയുണ്ടടോ തനിക്ക്? അവളുടെ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കി ആദി ചോദിച്ചു. ഇപ്പോൾ കുറവുണ്ട്, എന്നാലും വലിയ കുറവൊന്നുമില്ല. നല്ല ക്ഷീണമുണ്ട്. ഓടിച്ചാടി ജോലിയൊന്നും ചെയ്യണ്ട, വെറുതെ ഇവിടെ ഇരുന്നാൽ മതി. അടുക്കളയിൽ കമലമുണ്ട്. ആഹാ, അമ്മയുടെ മോള് വന്നായിരുന്നോ? വാടിപ്പോയല്ലോ കുഞ്ഞേ നീ. ഒരുടെ മുഖത്തും തലയിലും തലോടിക്കൊണ്ട് മംഗലത്തമ്മയും ആദിയുടെ ചോദ്യം അതേപോലെ ആവർത്തിച്ചു. അതിന് നിറമങ്ങിയ പുഞ്ചിരിയായിരുന്നു ബാലയുടെ മറുപടി. ഒറ്റ ദിവസം കൊണ്ട് ആരോരുമില്ലാത്തവളെ പോലെ ആയിപ്പോയി അവൾ. അതാലോചിക്കുമ്പോൾ തന്നെ അറിയാതെ കണ്ണ് നിറഞ്ഞു തുളുമ്പും. വയ്യമ്മേ, എങ്കിലും വന്നതാണ്. എനിക്കൊന്ന് കിടക്കണമായിരുന്നു. അവളുടെ സംസാരത്തിന് പോലും അത്രയും ക്ഷീണം. അതിനെന്താ, മോള് മോനൂട്ടൻ്റെ അടുത്ത് പോയി കിടന്നു. അത് വേണ്ടമ്മേ, പനിയായിരുന്നതല്ലേ, മോനൂട്ടന് കൂടി പനിയാക്കേണ്ട. എന്നാൽ മോൾ അപ്പുറത്തെ റൂമിൽ കിടന്നോ. എനിക്കിത്തിരി ചൂടുവെള്ളം വേണം. മോള് പോയി കിടന്നോ, അമ്മ എടുത്തുകൊണ്ട് തരാം. ബാല മുറിയിലേക്ക് കയറുമ്പോൾ മംഗലത്തമ്മ അടുക്കളയിലേക്ക് പോയി. ആ കൊച്ചിന് പനിയായിട്ടല്ലേ വന്നത് അമ്മച്ചി? എന്തിനായിനെ ഇവിടെ പിടിച്ച് നിർത്തിയത്? കുഞ്ഞിന് കൂടി പനി പകരില്ലേ? കിട്ടിയ അവസരം പാഴാക്കാതെ കമലൻ ചോദിച്ചു. കമലത്തിനിപ്പോൾ അടുക്കളയിൽ ആവശ്യത്തിൽ കൂടുതൽ പണിയുണ്ടല്ലോ, അത് ചെയ്താൽ പോരെ? ഭാരപ്പെട്ട കാര്യമൊന്നും അന്വേഷിക്കാൻ നിന്നെ ഇവിടെ ആരും ഏർപ്പാട് ചെയ്തിട്ടില്ല. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മംഗലത്തമ്മ വെള്ളവുമെടുത്ത് അടുക്കളയിൽ നിന്നും പുറത്തേക്കിറങ്ങി. വെള്ളവും എടുത്തുകൊണ്ട് പിന്തിരിഞ്ഞു പോകുന്നവരെ നോക്കി കമലം പുച്ഛിച്ചു. വെള്ളവുമായി റൂമിൽ ചെല്ലുമ്പോൾ ബാല കുഞ്ചിനെ പോലെ ചുരുണ്ട് കിടക്കുന്നു. അടുത്തിരുന്ന് അവൾക്ക് ചൂടുവെള്ളം കൊടുത്തു മംഗലത്തമ്മ. അവൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ മംഗലത്തമ്മ അവളുടെ നെറ്റിയിലും തലയിലും തഴുകിക്കൊണ്ടിരുന്നു. ബാലയ്ക്ക് സങ്കടം കൊണ്ട് നെഞ്ചി വിങ്ങി. അവൾ വെള്ളം കുടിക്കുന്നത് മാറ്റിവെച്ച് ഏങ്ങിക്കരഞ്ഞു. എന്താ മോളെ, എന്താ? കഴിഞ്ഞ കുറച്ച് ദിവസമായി എനിക്ക് നഷ്ടപ്പെട്ട സ്നേഹവും കരുതലുമാണ് അമ്മ ഇപ്പോൾ തരുന്നത്. എന്തിനാ മംഗലത്തമ്മേ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? അമ്മയുടെ ബാലമോളല്ലായിരുന്നോ ഞാൻ? എന്നെ മറ്റാരേക്കാൾ മനസ്സിലാക്കിയത് അമ്മയല്ലേ? എന്നിട്ടും എന്നെ തള്ളി പറഞ്ഞില്ലേ? എനിക്ക് മറ്റാരുമില്ലെന്ന് അമ്മയ്ക്കറിയില്ലേ? ഓരോന്ന് പറഞ്ഞ് കരയുന്നവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് മംഗലത്തമ്മയ്ക്കും അറിയില്ലായിരുന്നു. ഞങ്ങളൊന്നും നിൻ്റെ ആരുമല്ലേ മോളെ, നീ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല അമ്മേ. ഇപ്പോൾ ബാലയെ ഈ ഭൂമിയിൽ സ്നേഹിക്കാൻ വിരലിൽ എണ്ണാവുന്ന വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. അതിൽ 2 പേർ സാറും മംഗലത്തമ്മയുമാണ്. പിന്നെ ഉണ്ണിക്കുട്ടനും ജയമാമിയും. പറയാൻ അറിയില്ലെങ്കിലും എൻ്റെ മോനൂട്ടനും. ഒരുപാട് കരഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു അവൾക്ക് നല്ല രീതിയിൽ തലവേദനിക്കാൻ തുടങ്ങി.
കയ്യിലിരുന്ന മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ മംഗലത്തമ്മ അവളെ വഴക്കു പറഞ്ഞു. ആഹാരമൊന്നും കഴിക്കാതെ ഗുളിക കഴിച്ചാൽ പറ്റില്ല. അതുകൊണ്ട് മോൾ ആദ്യം എന്തെങ്കിലും വന്നിരുന്ന് കഴിക്ക്. അതിനുശേഷം ഗുളികയും കഴിച്ച് കിടന്നുറങ്ങിയാൽ മതി. മംഗലത്തമ്മ നിർബന്ധിച്ചാണ് അവളെ ഡൈനിങ്ങിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. അപ്പോഴേക്കും കുളിച്ച് ഫ്രഷായി ആദിയും എത്തിയിരുന്നു. കമലം വിളമ്പുന്നതിന് വേണ്ടി തയ്യാറായി നിന്നുവെങ്കിലും മംഗലത്തമ്മ തന്നെയാണ് ആദിക്കും ബാലയ്ക്കുമുള്ളത് വിളമ്പിക്കൊടുത്തത്. നീ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ ആദി? ഇല്ലമ്മേ, ഞാൻ മീരയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതിയെന്ന്. ഇന്ന് ഞാനിവിടെ കാണും. നിങ്ങൾ രണ്ടുപേരും കഴിക്ക്. ഞാൻ അല്പനേരം കിടക്കട്ടെ. കുറച്ചു നേരം നിന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കാലിന് വല്ലാത്ത വേദന. മംഗലത്തമ്മ മുറിയിലേക്ക് പോകുമ്പോൾ ആദി കഴിച്ചുകൊണ്ടിരിക്കുന്നവളെ നോക്കി. മുന്നിലിരിക്കുന്ന ഭക്ഷണത്തിൽ വിരലിട്ടിറക്കുന്നതല്ലാതെ അവൾ കഴിക്കുന്നില്ല. എന്താലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ബാല? അത് വാരി കഴിക്ക്. എന്നിട്ട് മെഡിസിനും എടുത്ത് കിടന്നുറങ്ങാൻ നോക്ക്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ അസുഖം കൂട്ടേണ്ട. ഇപ്പോൾ നിനക്ക് ആവശ്യം റെസ്റ്റാണ്. അവൻ പറയുമ്പോൾ അത് അപ്പാടെ കേൾക്കുന്ന അനുസരണയുള്ള കുട്ടിയായി മാറി ബാല. മുന്നിലിരിക്കുന്ന ഭക്ഷണം അത്രയും കഴിച്ചു. ആ പ്ലേറ്റ് അടുക്കളയിൽ കൊണ്ടുവച്ച് കൈയും കഴുകി റൂമിലേക്ക് പോയി. ആദി പിന്നാലെ ചെന്ന് കഴിക്കാനുള്ള മെഡിസിനും എടുത്തു കൊടുത്തു. മെഡിസിൻ കഴിച്ച് കിടക്കാൻ നേരം ആദി റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാല അവൻ്റെ കയ്യിൽ പിടിച്ച് നിർത്തി. സാറിന് തിരക്കില്ലെങ്കിൽ കുറച്ചു നേരം ഇവിടെ ഇരിക്കാമോ? വല്ലാതെ അടഞ്ഞു പോയിരുന്നു അവളുടെ ഒച്ച. ബാല ചോദിക്കുമ്പോൾ ആദി അവൾ കിടക്കുന്നതിൻ്റെ അടുത്തായി ചെയർ വലിച്ചിട്ടിരുന്നു. ബാല കണ്ണടച്ച് കിടന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങി. ആദി കസേര അല്പം മുന്നിലേക്ക് നീക്കിയിട്ട് അവളുടെ കൈ തൻ്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു. ആരോരുമില്ലെന്ന തോന്നലാണോ പെണ്ണെ നിൻ്റെ ഈ തളർച്ചയ്ക്ക് കാരണം? നീ തളർന്നു പോകുമ്പോൾ ചായാൻ എൻ്റെ നെഞ്ചകമില്ലേടി നിനക്ക്? ആത്മകഥം പോലെ ആദി പറഞ്ഞു. കുറച്ചു നേരം കൂടി അവളെ നോക്കി ആദി അടുത്ത് തന്നെ ഇരുന്നു. വലത് കൈ ഏറെ നേരം പൊതിഞ്ഞ് തൻ്റെ കൈക്കുള്ളിലാക്കി വെച്ചു. എന്നാൽ ഇതൊന്നും അറിയാതെ ബാല ഉറക്കത്തിലായിരുന്നു. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന ഉണ്ണിക്കുട്ടൻ ബാലയെ കാണാഞ്ഞ് നേരെ പൊന്നുമംഗലത്തേക്ക് ഓടി. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവൻ്റെ കണ്ണുകൾ ആ വീട് മുഴുവനും നോക്കി. ഹാളിലേക്ക് കയറുമ്പോൾ അവന് പേടി തോന്നി. താൻ അകത്തേക്ക് വന്നത് അവിടെ ആർക്കും ഇഷ്ടമായില്ലെങ്കിലോ എന്ന്. അപ്പോഴാണ് പടിക്കെട്ടിറങ്ങി താഴേക്ക് വരുന്ന ആദിയെ കണ്ടത്. ആഹാ, ഇതാരാ? ഉണ്ണിക്കുട്ടനോ? ചേച്ചി, ബാലേച്ചി, ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ ചേച്ചിയെ കണ്ടില്ല. അതിനെന്താടോ, താൻ വാ, ചേച്ചി ആ റൂമിലുണ്ട്. ഉണ്ണിക്കുട്ടനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആദി ബാല കിടക്കുന്ന റൂമിലേക്ക് ചെന്നു. അപ്പോഴും ബാല ഉറക്കത്തിലായിരുന്നു. ഉണ്ണിക്കുട്ടൻ അടുത്ത് ചെന്ന് അവളുടെ നെറ്റിയിലും കഴുത്തിലും കവിളിലും കൈ ചേർത്ത് വെച്ച് പനിയുണ്ടോ എന്ന് നോക്കി. അവൻ്റെ വെപ്രാളപ്പെട്ടുള്ള ആ പ്രവൃത്തി കണ്ടപ്പോൾ ആദിക്ക് ഉണ്ണിക്കുട്ടനോട് വല്ലാത്ത വാത്സല്യം തോന്നി. പനി മാറി പറയുമ്പോൾ ആ കുഞ്ഞു മുഖത്ത് നിറയെ സന്തോഷമായിരുന്നു. ഇപ്പോൾ ബാലേച്ചിക്ക് പനിയില്ല. അവൻ്റെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. ഉണ്ണിക്കുട്ടൻ സ്കൂൾ വിട്ട് വന്നതല്ലേ, വാ എന്തെങ്കിലും കഴിക്കാം. വേണ്ട, ഞാൻ വീട്ടിൽ പോകുന്നു. ചേച്ചിയെ കാണാത്തത് കൊണ്ട് ഓടി വന്നതാണ്. അത് പറഞ്ഞാൽ പറ്റില്ല. ബാല എഴുന്നേൽക്കുമ്പോൾ ഉണ്ണിക്കുട്ടൻ വന്നിട്ട് പോയി എന്ന് പറഞ്ഞാൽ സങ്കടമാവില്ലേ? അതുകൊണ്ട് വേഗം കൈ കഴുകി വാ, ഭക്ഷണം കഴിക്കാം. ഉണ്ണിക്കുട്ടനെ നിർബന്ധിച്ച് ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തി ആദി. പുറത്തെ സംസാരം കേട്ടുകൊണ്ട് മംഗലത്തമ്മ കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് വന്നു. മംഗലത്തമ്മയുടെ കയ്യിലിരിക്കുന്ന മോനൂട്ടനെ കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടന് അവനെ എടുക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നി. അവൻ്റെ കുഞ്ഞ് കയ്യിലും കാലിലും ഒക്കെ തൊട്ടും തലോടിയും നോക്കി. ഞാൻ മോനെ എടുത്തോട്ടെ അമ്മുമ്മേ? ഉണ്ണിക്കുട്ടൻ്റെ നിഷ്കളങ്കമായ ചോദ്യം കേട്ടപ്പോൾ മംഗലത്തമ്മ അവൻ്റെ നെറുകിൽ തലോടി. അതിനെന്താ? ഉണ്ണിക്കുട്ടൻ്റെ മടിയിൽ മോനൂട്ടനെ ഇരുത്തി കൊടുത്തു. ചക്കര വാവേ, അറിയുവോ ചേട്ടനെ? അറിയുവോ പൊന്നൂസേ? കുഞ്ഞിനെ അവൻ കൊഞ്ചിക്കുന്നത് കണ്ടപ്പോൾ ആദിക്ക് തന്നെ അതിശയമായി. തനിക്ക് പോലും കുഞ്ഞിനെ ഇങ്ങനെയൊന്നും കൊഞ്ചിക്കാൻ അറിയില്ല. മോനൂട്ടൻ പെട്ടെന്ന് ഉണ്ണിക്കുട്ടനുമായി അടുത്തു. മംഗലത്തമ്മ ഭക്ഷണവും എടുത്ത് വരുമ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ കുഞ്ഞിനെ ആദിയുടെ കയ്യിൽ ഏൽപ്പിച്ച് കൈ കഴുകി വന്നു. കൊടുത്ത ഭക്ഷണം മുഴുവനും പാഴാക്കാതെ വൃത്തിയായി അവൻ കഴിക്കുന്നത് കണ്ടപ്പോൾ മംഗലത്തമ്മയും ആദിയും മുഖത്തോട് മുഖം നോക്കി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആ പ്ലേറ്റ് മംഗലത്തമ്മ എടുത്ത് കഴുകാൻ
കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴേക്കും അവനവരെ തടഞ്ഞു. ഞാൻ കഴിച്ച പ്ലേറ്റ് ഞാൻ തന്നെ കഴുകി വയ്ക്കും. ബാലേച്ചി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കഴിക്കുന്നത് നമ്മൾ തന്നെ കഴുകണമെന്ന്. ആ പാത്രം ഭംഗിയായി കഴുകി മാറ്റിവെച്ച് ഉണ്ണിക്കുട്ടൻ ഹാളിലേക്ക് വരുമ്പോൾ മുറിയിൽ നിന്നും ബാല എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നു. ബാലേച്ചി എഴുന്നേറ്റോ? പനിയൊക്കെ മാറി, ഇപ്പം മിടുക്കിയായി. അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ച് മുഖം നെഞ്ചിലേക്ക് അമർത്തിക്കൊണ്ട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. ബാല വാത്സല്യത്തോടെ അവൻ്റെ മുടിയിൽ തഴുകി വിട്ടു. സ്കൂൾ വിട്ട് ഞാൻ വന്നപ്പോൾ ചേച്ചിയെ കണ്ടില്ല, അതുകൊണ്ട് ഓടി വന്നതാണ്. മോൻ വല്ലതും കഴിച്ചായിരുന്നോ? നന്നേ തളർന്ന സ്വരത്തിൽ ബാല ചോദിച്ചു. ആ, ഇവിടുത്തെ അമ്മുമ്മ ഉണ്ണിക്കുട്ടന് വയറ് നിറച്ചും ചോറും കറിയും തന്നു. ബാലയും ഉണ്ണിക്കുട്ടനും കൂടി കസേരയിൽ വന്നിരിക്കുമ്പോൾ മംഗലത്തമ്മ എല്ലാവർക്കുമുള്ള ചായയും എടുത്തു വന്നു. ഉണ്ണിക്കുട്ടനോട് ആ വീട്ടുകാർ കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോൾ ബാലയുടെ മനസ്സ് നിറഞ്ഞു. മോനൂട്ടൻ അവളുടെ നേർക്ക് ചാടുമ്പോൾ അവനെയും നെഞ്ചോട് ചേർത്തു. 5:30 മണി കഴിയുമ്പോൾ ഉണ്ണിക്കുട്ടൻ പോകാൻ തുടങ്ങി. ബാല പോകുന്നത് കണ്ടപ്പോൾ മോനൂട്ടൻ കരയാനും. സാധാരണ മോനെ അകത്തുകൊണ്ട് അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ബാല പോകുന്നത്. ഇന്നിപ്പോൾ എല്ലാവരും ഉമ്മറത്തിരിക്കുന്നത് കൊണ്ട് അവൻ ബാല പോകുന്നത് നോക്കി കരച്ചിലാണ്. 2 പേരും കൂടി വീടെത്തുമ്പോൾ അമ്മയും ലക്ഷ്മിയും വരാന്തയിലിരിപ്പുണ്ട്. നീ വന്ന പാട് ഇതെവിടേക്കാ ചെറുക്കാ പോയത്? ഇത്ര നേരം നിന്നെ നോക്കി ഞാൻ, ലക്ഷ്മി ദേഷ്യത്തിൽ ചോദിച്ചു. ഇതിനു മുമ്പ് ഞാൻ സ്കൂൾ വിട്ട് വന്ന് കളിക്കാനും മറ്റും പോകുമ്പോൾ എന്നെ ആരും തിരക്കിയിരുന്നില്ലല്ലോ. ഇനിയും അതുപോലെയൊക്കെ മതി. ഞാൻ എൻ്റെ ബാലേച്ചിയെ കാണാഞ്ഞ് പൊന്നുമംഗലത്ത് പോയതാണ്. ബാല കയ്യിലൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന് കണ്ടപ്പോൾ ലക്ഷ്മി ഉണ്ണിക്കുട്ടനെ ഭക്ഷണം കഴിക്കാനായി വിളിച്ചു. ഞാൻ ഊണുണ്ടാക്കിയിട്ടുണ്ട്, എടുത്തു വയ്ക്കാം, നീ വേഗം വാ. എനിക്ക് വേണ്ട, ഞാൻ പൊന്നുമംഗലത്തുനിന്ന് ഭക്ഷണം കഴിച്ചു. ഉണ്ണിക്കുട്ടൻ്റെ ഒപ്പം അകത്തേക്ക് കയറി പോകുന്നവളെ സുമ കണ്ണെടുക്കാതെ നോക്കി. ഒറ്റ ദിവസം കൊണ്ട് വാടിയ താമരത്തണ്ട് പോലെയായി. അല്ലെങ്കിൽ തന്നെ പനി വന്നു കഴിഞ്ഞാൽ സുമയുടെ ചിറകിനടിയിൽ നിന്നും മാറാത്ത കൊച്ചാണിപ്പോൾ. 2 ദിവസമായി. സുമ ദീർഘനിശ്വാസം എടുത്തു. മടിച്ചാണെങ്കിലും വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. എങ്ങനെയുണ്ട് മോളെ? അവളുടെ നെറ്റിയിൽ തൊട്ടുകൊണ്ട് സുമ ചോദിക്കുമ്പോൾ കൈയെടുത്ത് മാറ്റി എഴുന്നേറ്റിരുന്നു ബാല. സുമ തൊട്ടിടം പൊള്ളുന്നത് പോലെ തോന്നി അവൾക്ക്. അവളുടെ അന്നേരത്തെ പ്രവൃത്തി കണ്ടപ്പോൾ സുമയ്ക്കും സങ്കടം തോന്നി. എന്താ മോളെ, നിനക്കിപ്പോഴും അമ്മയോട് ക്ഷമിക്കാൻ കഴിയുന്നില്ലേ? സുമ പറയാൻ തുടങ്ങുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഏകദേശം അറിയാവുന്നത് കൊണ്ട് തന്നെ ബാല അവരെ തടഞ്ഞു. ദയവ് ചെയ്ത് എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ഇതൊന്നും കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല. എനിക്ക് അല്പനേരം കിടക്കണം. എന്നെ വെറുതെ വിടാമോ? പറഞ്ഞുകൊണ്ട് ബാല ബെഡിലേക്ക് കിടന്നു. അമ്മ എന്തിനാ ചേച്ചിയെ ശല്യപ്പെടുത്തുന്നത്? ബാലേച്ചി കിടക്കട്ടെ, ശല്യപ്പെടുത്താതെ പോ. ഉണ്ണിക്കുട്ടനും കൂടി പറയുമ്പോൾ കരച്ചിലൊതുക്കിക്കൊണ്ട് സുമ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എല്ലാത്തിനും കാരണക്കാരി നീയാണ്. നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഇന്ന് ഞാനും എൻ്റെ മക്കളും ശത്രുക്കളെ പോലെ ആയത്. സുമ മുന്നിൽ നിൽക്കുന്ന ലക്ഷ്മിയെ കുറ്റപ്പെടുത്തി. അമ്മ എന്തിനാ എന്നോട് ചാടിക്കടിക്കുന്നത്? അതിന് ഞാൻ എന്ത് ചെയ്തു? നീ ഒന്നും ചെയ്തില്ലല്ലേ? നീ ഒന്നും ചെയ്തില്ലേ? എൻ്റെ മുഖത്ത് നോക്കി പറ. ലക്ഷ്മിയുടെ മുടിക്കുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് സുമ ചോദിച്ചു. നീ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനത് എതിർത്തില്ല. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഒരു മകൾ ചെയ്ത തെറ്റ് മറ്റൊരു മകളുടെ തലയിൽ വെച്ചു കൊടുക്കാൻ ശ്രമിച്ചു. അകത്ത് കിടക്കുന്ന ബാല പുറത്തെ ബഹളങ്ങളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അസ്വസ്ഥതയോടെ അവൾ പുറത്തേക്കിറങ്ങി വന്നു. 2 പേരും നിർത്തുന്നുണ്ടോ? എനിക്ക് സ്വൈര്യം വേണം. നിങ്ങളുടെ അടിയും വഴക്കും ഒക്കെ മുറിക്കകത്ത്. ഇവിടെ കിടന്ന് സംസാരിച്ച് ബഹളം വയ്ക്കാൻ പറ്റില്ല. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒതുക്കു കയറി വരുന്ന ആളെ കണ്ട് സുമയും ബാലയും ഒരുപോലെ വിറകൊണ്ടു. എന്നാൽ ലക്ഷ്മിയുടെ മുഖത്ത് വിജയിച്ച ഭാവമായിരുന്നു. തുടരും രുദ്രപ്രിയ. എൻ്റെ ചാനൽ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.